ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ധൂർത്തനായ പുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇളയ സഹോദരൻ ആയുസ്സിൻ്റെ നല്ല ഭാഗം നഷ്ടപ്പെടുത്തി. മുതലും ആരോഗ്യവും സൽപ്പേരും ഇല്ലാതാക്കി. എന്നാൽ ആ കഥയിൽ അവനെ നഷ്ടപ്പെടുന്നവനായല്ല, രക്ഷപ്പെടുന്നവനായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ജ്യേഷ്ഠൻ പുറത്താവുകയും ചെയ്തു. നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന ചിന്ത നമ്മിൽ പലരെയും വിഷമിപ്പിക്കുന്നു. തൂകിപ്പോയ പാടിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതെ ശേഷിച്ചതിനെ ശരിയായി ഉപയോഗിക്കുകയാണ് ആവശ്യം. കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കാത്തവരാരുമില്ല. അവയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് സ്വയം തിരുത്തലുകൾ വരുത്തിയവരാണ് മഹാന്മാർ. ദാവീദ് സ്വന്തം മനസാക്ഷിക്ക് കേടുവരുത്തിയെങ്കിലും അതിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് തിരുത്തലുകൾ വരുത്തിയതിനാൽ തകർന്നു പോയില്ല. യേശുവിനെ അറിയുകയില്ലെന്നു പറഞ്ഞ ശീമോൻ പത്രോസ് താൻ പറഞ്ഞ തെറ്റിനെയോർത്ത് ദുഃഖിക്കുകയും പിന്നീടുള്ള കാലം ശരിയായി വിനിയോഗിക്കുകയും ചെയ്തു. ഒന്നാമത്തെ സുവിശേഷ യാത്രയിൽ പൗലോസിനെ വിട്ടുപിരിഞ്ഞു പോയ മർക്കോസ് വർഷങ്ങൾക്ക് ശേഷം പൗലോസിനോട് കൂടെ റോമിലുണ്ടായിരുന്നു. അവശേഷിക്കുന്നവയെ ശരിയായി ഉപയോഗപ്പെടുത്തുന്നതാണ് വിജയരഹസ്യം. ചൈനക്കാരുടെ ഷാർക്സ് ഫിൻ സോപ്പ് ലോകപ്രസിദ്ധമാണ്. സ്രാവിൻ്റെ വെട്ടിക്കളയുന്ന ചിറകിൽ നിന്ന് പാകപ്പെടുത്തുന്ന അത്തരം സോപ്പ് ഏറ്റവും രുചികരമാണ്. ഉപയോഗശൂന്യമെന്ന് തോന്നുന്നവയെ ഉപയോഗപ്രദമാക്കുന്നു. നഷ്ടപ്പെട്ടവയെക്കുറിച്ച് വിലപിച്ച് കാലം കളയാതെ അവശേഷിക്കുന്നവയെ ബുദ്ധിപൂർവം ഉപയോഗിച്ചാൽ ജീവിതം വിജയിപ്പിക്കാം. തൂകിപ്പോയ പാലിനെയോർത്ത് ദുഃഖിക്കാതെ ജീവിതത്തെ ശരിയായി ഉപയോഗിക്കാം. ഫിലിപ്പിയർ 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.